ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബാഡ് വിൽഡ്ബാഡ് എന്ന സ്ഥലത്താണ്. ജർമ്മനിയിലെ ബാഡൻ വിട്ടർബർഗ് സംസ്ഥാനത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇതും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഹൈക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ മുകളിലോട്ട്. ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു സ്ഥലത്ത് പണ്ട് കാലത്ത് രാജാക്കന്മാരും സമ്പന്നരും വിശ്രമത്തിനായി വന്നിരുന്ന ഒരു രാജകീയ സ്പാ ടൗൺ കൂടിയായിരുന്നു കേട്ടോ ഇത്. ഇവിടെ നിന്ന് ടോപ്പ് ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കേബിൾ കാർ ഉണ്ട്. നമുക്ക് കേബിൾ കാറിലാണെങ്കിലും പോകാം. ഇത് കേബിൾ കാർ സ്റ്റേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്താണെങ്കിലും കയറാവേ. ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് ഹൈക്ക് ചെയ്ത് കയറാനാണേ. അപ്പൊ നമുക്ക് പയ്യെ അങ്ങോട്ട് കയറി തുടങ്ങാം. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ എന്താ ഒരു കേബിൾ കാർ സ്റ്റേഷൻ കാണാവേ. നമുക്കപ്പോൾ അത്രയും കയറ്റമുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി പോകാം, അല്ലെങ്കിൽ നമുക്ക് കാട്ടിലൂടെ പോകാവേ. അപ്പൊ ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് സ്റ്റെപ്പ് കയറുന്നില്ല, കാട്ടിലൂടെ തന്നെ പയ്യെ കയറി പോകാനാണേ. അപ്പം ഞങ്ങളിപ്പം മാപ്പൊക്കെ നോക്കുവാണ്. എന്നിട്ട് നമുക്കിപ്പോൾ പയ്യെ അങ്ങോട്ട് നടക്കാം. നമ്മളപ്പം കാണുന്ന പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല കയറ്റം ഉണ്ടേ മുകളിലോട്ട്. അപ്പൊ പയ്യെ പയ്യെ കയറി പോകാം. ഞങ്ങളപ്പം കുറച്ച് സ്ഥലത്തൊക്കെ ഇരുന്ന് പയ്യെ വെള്ളമൊക്കെ കുടിച്ച് പയ്യെ പയ്യാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത്. ആണുങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ബാക്കി 3 പെണ്ണുങ്ങൾ പയ്യെ പയ്യാണ് നടന്നു വരുന്നത്. ഇനി ആ ഒരു കാണുന്ന പോർഷനിൽ നിന്ന് ഫുള്ള് നമ്മൾ കയറ്റമാണ് അങ്ങോട്ടെ. എൻ്റെ മോള് കുറച്ച് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എടുത്തൊക്കെയാണ് കേട്ടോ ഇടയ്ക്ക് നടക്കുന്നത്. കണ്ടോ, ഫുള്ള് കല്ലും പിന്നെ ഈ മരത്തിൻ്റെ വേരും ഒക്കെയാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കയറാനായിട്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിപ്പോൾ അത്രയും കയറ്റവും കൂടി കയറാനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത കയറ്റം കയറാൻ പോവുകയാണേ. അപ്പൊ ഇത്രയും വശം കുറച്ച് നിരപ്പായിരുന്നു, ഇനി വീണ്ടും കയറ്റമാണേ. ഇത് കുറച്ചും കൂടി കുത്തനെയുള്ള കയറ്റമാണ്. കണ്ടോ, ഇടക്ക് നമുക്ക് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായിട്ട് ഇടക്ക് ബെഞ്ചൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് കുറച്ച് വടിയൊക്കെ ഒടിച്ചാണ് കേട്ടോ അതും കുത്തിയാണ് മുകളിലോട്ട് കയറുന്നത്. കാരണം നല്ല കയറ്റമുണ്ട് മുകളിലോട്ട്. അപ്പോൾ ബാക്കി വഴി മനസ്സിലാകുന്നില്ല മുകളിലോട്ട് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ആ ഒരു മരത്തിൻ്റെ ഇടക്കൂടിയൊക്കെ കയറുവാണേ.
ഇപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളിപ്പോൾ മുകളിലെത്തിയിട്ടുണ്ടേ. ഇനി ഞങ്ങൾ ഇച്ചിരി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഫുഡും വെള്ളമൊക്കെ കഴിച്ച് കുറച്ച് എനർജി വന്നിട്ട് നടക്കാന്ന് വെച്ചു. ഇവിടെ എന്റെ പുറകെ കഥയുണ്ട്, ഒറിജിനൽ പടമുണ്ട് കണ്ടാ. മാൻഹേമിലെത്തുന്നു. ഓക്കെ, ഈ ഒരു ടോപ്പ് ഏരിയയിലുള്ളത് വൈൽഡ് ലൈൻ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു ട്രീ ടോപ്പ് വാക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റിലെ ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാവേ. ടിക്കറ്റ് എടുത്തിട്ട് കയറാനി. കണ്ടോ, ഇതാണ് ആ കാണുന്ന സസ്പെൻഷൻ ബ്രിഡ്ജ്. അപ്പം നമുക്കിനി പയ്യെ അങ്ങോട്ട് കയറാം. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനി അങ്ങോട്ട് കയറുവാണേ. അപ്പം എനിക്ക് കുറച്ച് ഹൈറ്റ് പേടിയുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ അകത്തുകൂടി നടക്കുമ്പം ചെറുതായിട്ട് പേടിയുണ്ട്. കാരണം കാറ്റൊക്കെ വീശുമ്പം ഇത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടുന്നുണ്ട്. അപ്പം എനിക്ക് ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട്. എന്നാലും പയ്യെ പയ്യെ നടന്ന് നോക്കുവാണ്. ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ നീളം എന്ന് പറയുന്നത് 380 മീറ്റർ ആണ്. ഇതിന്റെ ഉയരം 60 മീറ്റർ ആണ് ഉയരം. ഇത് നിർമ്മിച്ചേക്കുന്നത് നമ്മുടെ സ്റ്റീൽ കേബിൾ വെച്ചാണ് കേട്ടോ നിർമ്മിച്ചേക്കുന്നത്. ഒരേ സമയം നിരവധി പേർക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജും കൂടിയാണ് കേട്ടോ ഇത്. നമുക്കിപ്പം ആ ഒരു എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ആ ഒരു സൈഡിൽ കൂടി കയറിയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതുവഴി പുറത്തോട്ട് ഇറങ്ങാം. എന്നിട്ട് ഇവിടെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു ടിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് വീണ്ടും അകത്ത് കയറാവേ. കണ്ടോ, ദൂരത്തൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നല്ല കാറ്റും ഉണ്ട് ഇതിന്റെ മുകളില്, നല്ല കാറ്റും ഉണ്ട് ഇതിന്റെ മുകളില്. ചെറുതായിട്ട് ഇത് അനങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നും. കണ്ടോ, താഴത്തോട്ട് കണ്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കഴിഞ്ഞപ്പം ആ ഒരു പേടി കുറച്ചൊക്കെ മാറിയിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.